ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തതും ആൻറ്റി ഒരു നാണത്തോടെ ചോദിച്ചു, ആഹാ, അപ്പോൾ നീയായിരുന്നോ വന്നേ? ഞങ്ങൾ കരുതി വേറെ ആരോ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെന്ന്. ആകെ പേടിച്ചു പോയിരുന്നു. കാരണം ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആരോ തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. ഞങ്ങളൊന്ന് ഭയന്നു. ഇപ്പോൾ പേടി അങ്ങ് പോയി കിട്ടി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ആ സമയം വണ്ടി എടുത്തുകൊണ്ട് വേഗം പോയത് കാരണം ഞാൻ ഗേറ്റ് അടക്കാൻ മറന്നുപോയിരുന്നു. ഇതെന്താ ആൻറ്റി, ഈ വീഡിയോ കണ്ടിട്ടും ഒരു ഭാവമാറ്റമില്ലാത്തത്? ഞാൻ ചോദിച്ചു. നീയല്ലേ കണ്ടുള്ളൂ. നിന്നെ അല്ലാണ്ട് ഒന്ന് ശരിക്ക് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിനക്കാ ടൈം ആ മുറിയിലേക്ക് അങ്ങ് കയറി വന്നൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടായിരുന്നല്ലോടെ പൊട്ട. അതും പറഞ്ഞ് ആൻറ്റി ഒരു ചിരിയും ചിരിച്ചു. ഞാനിവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ആൻറ്റിയെ നോക്കി അമ്പരന്നിരുന്നു പോയി. എൻ്റെ അമ്പരപ്പ് കണ്ട് ആൻറ്റി ചോദിച്ചു, അല്ല, നീ ആ വീഡിയോ എന്നെ കാണിച്ച് എന്ത് ചെയ്യാനായിരുന്നു മോൻ്റെ ഉദ്ദേശം? ഇതൊക്കെ കേട്ട് എനിക്കിവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്ന മുമ്പ് ആൻറ്റി എന്നെ കട്ടിലേക്ക് തള്ളിയിട്ടു. പിന്നീട് അങ്ങോട്ട് ഒരു പൂരമായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിയായപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചത്. ആൻറ്റി എന്നോട് പറഞ്ഞു, വാടാ, നമുക്ക് എൻ്റെ റൂമിൽ കിടക്കാം. ഞാൻ സമ്മതിച്ചു. പിന്നെ ഞങ്ങൾ ആൻറ്റിയുടെ റൂമിൽ AC ഇട്ട് കിടന്നു. അപ്പോഴാണ് ചാച്ചനും ആൻറ്റിയുമുള്ള ഫോട്ടോ ഞാൻ കാണുന്നത്. ഞാൻ അതിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ട് ആൻറ്റി ചോദിച്ചു, എന്താടാ ഞങ്ങളുടെ ഫോട്ടോ നോക്കി നിൽക്കുന്നേ? അല്ല ആൻറ്റി, പാവൻ ചാച്ചൻ. അത് കേട്ടതും ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതും നോക്കി കേൾക്കാതെ വന്ന് കിടക്കാൻ നോക്കടാ. അങ്ങനെ ക്ഷീണം കൊണ്ട് ഞാൻ വേഗം പോയി കിടന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ആൻറ്റി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. മേലാകെ ഒരു വേദന. ഇന്നലത്തെ പരിപാടിയുടെ ആണെന്ന് തോന്നി. അമ്മാതിരി ആയിരുന്നില്ലേ ഇന്നലെ. എടാ, എങ്ങനെയുണ്ട്? മേല് വേദനയുണ്ടോ? ആൻറ്റി ചോദിച്ചു. പിന്നല്ലാതെ, എല്ലാം നല്ല വേദനിക്കുന്നുണ്ട്. വാടാ, എഴുന്നേക്ക്, ഫുഡ് കഴിക്കാം. അല്ല ആൻറ്റി, ചാച്ചൻ ആളെങ്ങനെയാ? നല്ല പൊളിയാണോ? ഞാൻ ചോദിച്ചു. എന്ത് പൊളി? അയാളെ കൊണ്ടൊന്നിനും പറ്റില്ലടാ. ഞാൻ പിന്നെ ഓരോന്ന് വെച്ചൊക്കെ അങ്ങ് ഒപ്പിക്കും. പിന്നെ ഇത്തയുണ്ടല്ലോ, ഇനിയിപ്പോൾ നീ മതി. അമ്മാതിരിയല്ലേ നിൻ്റെ പൂട്ട്. ആൻറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ചാച്ചൻ ഒരു പോങ്ങനാണ്. ഒന്നും ഒരാവശ്യത്തിനും കൊള്ളില്ല. അതെന്താ ആൻറ്റി ചാച്ചൻ അങ്ങനെ? അതും ഇത്രയും വലിയൊരു സുന്ദരി വീട്ടിലുള്ളപ്പോൾ? എടാ, നിന്റെ ചാച്ചൻ ഒരു പോങ്ങനാണ്, പിന്നെ സഹിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ പോകുന്നേ? എടാ, അതിന് ഒരാളുണ്ട്. ഇക്ക മാസത്തിൽ ഒരു തവണ വന്ന് എല്ലാം അങ്ങ് തീർക്കും. ഇല്ലേ ഞാൻ അങ്ങോട്ട് പോയി അങ്ങ് തീർക്കും. എങ്ങോട്ട്? ഇക്കയുടെ റിസോർട്ടിലേക്ക്. ഇക്കയോ? അതാരാ ആൻറ്റി? അതിപ്പോൾ നീ അറിയണ്ട. എന്നാലും ഒന്ന് പറ ആൻറ്റി. അത് ഞാൻ നിന്നെ ഒരുപാട് ആഗ്രഹിച്ചതാ. നിന്റെ എല്ലാ ആഗ്രഹവും തീർന്നിട്ട് മതി ഇക്കാനെ പരിചയപ്പെടാൻ. ശരി. അപ്പോൾ ഇനി എങ്ങനെയാ ആൻറ്റി? ഇപ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, എന്നിട്ട് ബാക്കി ആലോചിക്കാം എന്നും പറഞ്ഞ് ആൻറ്റി താഴേക്ക് പോയി. ഞാൻ എൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ താഴേക്ക് ചെന്നു. ആൻറ്റി എനിക്ക് ഫുഡൊക്കെ എടുത്തു തന്നു. എന്നിട്ട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന്. അപ്പോൾ ആൻറ്റി എൻ്റെ ബൈക്കിൽ കയറുമോ? ഞാൻ ചോദിച്ചു. അതിന് നമ്മൾ ബൈക്കിലാണല്ലോ പോകുന്നത്. നിനക്ക് നന്നായി കാർ ഓടിക്കാൻ അറിയില്ലേ? അതും മുറ്റത്ത് കിടക്കുന്ന കാറിലാണ് നമ്മൾ പോകുന്നേ. ടൗൺ വരെ പോകണം, ആൻറ്റി പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം ആൻറ്റി. ശരി. ഞാൻ പോയി കുളിച്ച് ഒരു ടീഷർട്ടും പാൻറ്റും ഇട്ട് താഴേക്ക് വന്നു. കാറിൻ്റെ താക്കോലെടുത്ത് കാറിൽ കയറി ഓപ്പൺ ചെയ്ത് മുറ്റത്തേക്ക് ഇറക്കിയിട്ടു. എന്നിട്ട് ആൻറ്റി വരാൻ വേണ്ടി വിളിച്ചു. ആൻറ്റി ഒന്ന് വാ. ആടാ, ദാ വരുന്നടാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി കുറച്ച് മോഡേൺ രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഇറങ്ങി വരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ആൻറ്റി വന്നിട്ട്
എൻ്റെ കയ്യിൽ പേഴ്സും കൂടെയും തന്നു. എന്നിട്ട് താക്കോല് കൊണ്ടുപോയി വീടൊക്കെ പൂട്ടി. എന്നിട്ട് എന്നോട് കാറ് പുറത്തേക്കെടുത്തിടാൻ പറഞ്ഞു. ഗേറ്റ് അടക്കട്ടെ എന്നും പറഞ്ഞു. ഞാൻ വണ്ടി പുറത്തേക്കെടുത്തിട്ടു. ആൻറ്റി വന്ന് ഗേറ്റ് അടച്ചിട്ട് വണ്ടിയിൽ കയറി. ഞങ്ങൾ ടൗൺ ലക്ഷ്യമാക്കി വണ്ടി വിട്ടു. ആൻറ്റി എന്നോട് പറഞ്ഞു, കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്, നല്ല തുണിക്കട കണ്ടാൽ നിർത്താൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി ഫോണിൽ കുത്തിക്കൊണ്ട് ആരോടോ ചാറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ആരാ ആൻറ്റി ചാറ്റിങ്ങിൽ? ചാച്ചനാണോ? എടാ, ഇതെൻ്റെ ഇക്കയാടാ. ഷേ, ഇതേത് ഇക്കയാ ആൻറ്റി? എനിക്ക് ഇക്കയൊന്ന് കാണണം. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒന്നും ഞാൻ കാണിച്ചു തരില്ല മോനെ. അടുത്ത ആഴ്ച ഇക്ക വരുന്നുണ്ട്, അപ്പോൾ നേരിൽ കണ്ടാൽ മതി. ശരി. അല്ല, എങ്ങനെയാണ് ആൻറ്റി പുള്ളിയെ പരിചയപ്പെട്ടതും പരിപാടിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയതും? എന്നേക്കാൾ നല്ലതാണോ ആൻറ്റി? ഞാൻ ചോദിച്ചു. എന്നെ ആദ്യമായി സ്വർഗലോകം കാണിച്ചത് ഇക്കയാടാ. ഇക്കയുടെ കരുത്തിൽ വീണ് പോയതാ ഞാൻ. അന്നു മുതലാ ഞാൻ എല്ലാം അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ നിന്നെ പോലെ അല്ലടാ, പുള്ളി സ്ട്രോങ് ആണ്. അപ്പോൾ ഞാനോ? നീ പഠിച്ചു വരുന്നല്ലേ ഉള്ളടാ. വല്ലോം തിന്ന് നല്ല ആരോഗ്യം വെക്കാൻ നോക്ക്. ഓ, അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് ചെയ്തിട്ടും മസിലൊന്നും വരാത്തത് എൻ്റെ കുഴപ്പമാണോ? ഞാൻ ഇത്രയും ശ്രമിക്കുന്നില്ല ആൻറ്റി. ഓ, അപ്പോഴേക്കും എൻ്റെ മോൻ പിണങ്ങിയോ? ശരി, നമുക്ക് ശരിയാക്കാടാ. ഒരാഴ്ച കൊണ്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം നിന്നെ. ആൻറ്റി എന്താന്ന് വെച്ചാൽ ചെയ്തോ, കൂടെ ഞാനുമുണ്ട്. ദാ, നമുക്ക് ആ ഷോറൂമിൽ കയറാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ശരിയടാ, എന്നാൽ അവിടെ കയറാം. വണ്ടി അവിടുത്തെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആ തുണിക്കടയിൽ കയറി. ആൻറ്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ അവിടെ ചുമ്മാ കറങ്ങിത്തിരിഞ്ഞ് വായ നോക്കി നടന്നു. 1 മണിക്കൂർ നീണ്ട തിരയൽ. ആൻറ്റി 3 സാരിയും പിന്നെ എനിക്ക് വീട്ടിലിടാനുള്ളതും വാങ്ങി ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പിന്നെ അവിടെ തന്നെയുള്ള ഒരു കടയിൽ കയറി വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി. തിരിച്ചു പോരാൻ നേരം ആൻറ്റി ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി കുറച്ച് ടാബ്ലറ്റും വേറെ എന്തോ സാധനങ്ങളും വാങ്ങി. ഇനി എങ്ങോട്ടാണ് ആൻറ്റി? ഞാൻ ചോദിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് വിട്ടോ, ഇനി ഒന്നുമില്ല. ശരി. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തി. കാറ് പോർച്ചിൽ പാർക്ക് ചെയ്തു. ആൻറ്റി വന്ന് കതക് തുറന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം വീട്ടിൽ കയറ്റി. ഞാൻ അകത്ത് കയറിയതും ആൻറ്റി കതകടച്ചു. ഇനി മോനെ, എനിക്കൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാം സെറ്റാക്കണ്ടേ നമുക്ക്? ആൻറ്റി ചോദിച്ചു. അതൊക്കെ നമുക്ക് ശരിയാക്കാം ആൻറ്റി. എന്നാലും ആരായി ഇക്ക? അതിനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ഓഫ്, അത് നീ വിട്ടില്ലേ? എന്നാ പറയാം, നീ പിണങ്ങല്ലേ. പറ. എടാ, ഈ സീനിയത്തിയുടെ കെട്ടിയോൻ. സീനിയത്തിയുടെ കെട്ടിയോനോ? അപ്പോൾ ഇത്താക്കറിയുമോ അത്? ഞാൻ ചോദിച്ചു. ആടാ, അറിയാം. പുള്ളിക്കാരിയാണ് എന്നെ ഇക്കാക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അതെങ്ങനെ? അത് ഇവിടെ നിൻ്റെ ചാച്ചനുമായി താമസം തുടങ്ങിയപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു ഒന്ന് മിണ്ടാനും പറയാനും. ആദ്യ മാസമൊക്കെ ഞാൻ പുറത്തേക്കങ്ങ് ഇറങ്ങാറില്ല. അങ്ങനെ ഒരു ദിവസം ഇത്ത പരിചയപ്പെടാൻ വന്നു. അങ്ങനെ ഞങ്ങൾ അടുപ്പത്തിലായി. പിന്നെ എനിക്ക് ഇവിടെ ഒരു കൂട്ടുമായി. ചാച്ചൻ ജോലിക്ക് പോകുമ്പോൾ മിണ്ടിയും പറഞ്ഞു വിരിക്കാൻ ഒരാളായി. അപ്പോൾ ഇക്കയായി എങ്ങനെ? നീ ധൃതി പിടിക്കല്ലേടാ, പറയാടെ ചെക്ക. എന്നാ പറ എൻ്റെ മോളെ. ഞാൻ പറഞ്ഞു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഈ സമയമൊക്കെ ഇക്ക തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യായിരുന്നു. ചിട്ടിയൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഇത്ത എന്നെ പരിചയപ്പെടുത്തി. പിന്നെ അങ്ങോട്ട് ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആരുമില്ലാത്ത നേരം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ത അങ്ങോട്ട് കയറി വന്നത്. ഞാനാണെങ്കിൽ കതക് ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു. എന്ത് ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി. ഇത്ത അത് കണ്ട് ചിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ കെട്ടിയോൻ തരത്തില്ലേ എന്ന്. ഞാനുള്ള കാര്യമങ്ങ് പറഞ്ഞു. നിന്റെ ചാച്ചന് ഒരു താല്പര്യമില്ലെന്നും വല്ലപ്പോഴും ഒന്ന് തരുമെന്നും
കുട്ടികളുണ്ടാവില്ലെന്ന് അറിഞ്ഞതോടെ പിന്നെ എന്നോട് ഒരിതുമില്ലാതെയായി. ആകെപ്പാടെ എനിക്കൊരാശ്വാസം ഇങ്ങനെയൊക്കെയുള്ളതാണെന്ന് ഞാൻ ഇത്തയോട് പറഞ്ഞു. പിന്നെ ഇത്ത എന്നെ സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നെ ഇത്തയും ഞാനുമുള്ള വർത്തമാനത്തിൽ എല്ലാം കയറി വന്നു. ആഹാ, എന്നിട്ടെന്താ, അതോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാൻ തുടങ്ങി. പക്ഷേ അതിൽ നിന്നൊന്നും എനിക്കൊരു തൃപ്തിയും കിട്ടിയില്ല. എന്നെ മനസ്സിലാക്കി ഇത്ത എന്നോട് പറഞ്ഞു, ഏതെങ്കിലും ഒരാളെ മനസ്സിൽ വിചാരിച്ച് അങ്ങ് ചെയ്യെന്ന്. അങ്ങനെ മനസ്സിൽ ആരുമില്ല എന്ന് ഞാൻ ഇത്തയോട് പറഞ്ഞു. അത് കേട്ട് ഇത്ത പറഞ്ഞു, എൻ്റെ ഇക്കയെ ഓർക്കാൻ. ആദ്യമത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ ഇത്ത എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ ഞാനും ഇത്തയും പതിവാക്കി. അന്നേരം ഒരു ദിവസം ഇത്ത എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ മതിയോ, അതിൻ്റെതായ രുചി അറിയണ്ടേ എന്ന്. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ ഇത്തയ്ക്കോട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി. ഒരു ദിവസം ചാച്ചൻ പോയി കഴിഞ്ഞ് ഇക്കയും ഇത്തയും ഈ വീട്ടിലേക്ക് വന്നു. കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞ ശേഷം ഇത്ത എന്നെയും ഇക്കയും മുറിയിൽ കൊണ്ടുപോയി. ആദ്യം എനിക്ക് വലിയ പേടിയായിരുന്നു, ചേട്ടനങ്ങനെ അറിഞ്ഞാലോ എന്നോർത്ത്. പക്ഷേ എൻ്റെ മുന്നിൽ ഇക്കയും ഇത്തയും പരിപാടി തുടങ്ങി. അവസാനം ഞാനും ചിന്തിച്ചു, എന്ത് ചെയ്യാനാ, മഴ കാത്തിരുന്ന വേഴാമ്പലിന് മഴ കിട്ടിയ പോലെ എനിക്ക് തോന്നി. കുറച്ച് ഭയത്തോടെ തന്നെ ഞാനും പോയി അവിടെ ഇരുന്നു. എല്ലാത്തിനും ഇക്കയായിരുന്നു മേൽനോട്ടം നൽകിയിരുന്നത്. പിന്നെ ആ ഗജബീറിനെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. നിന്റെ ചാച്ചനുമായി അത് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ലടാ. ആഹാ, എന്നിട്ടെന്താ, ഞങ്ങൾ അങ്ങ് തുടങ്ങി. പിന്നെ അവിടെ നടന്നത് ഞങ്ങൾ 3 പേരുടെയും വിളയാട്ടമായിരുന്നു. പക്ഷേ അന്നൊരു ദിവസം മാത്രമായിരുന്നു എല്ലാം നടന്നത്. പിന്നെ ഇക്ക ബിസിനസ് സ്ഥലത്തേക്ക് പോയി. അപ്പോഴും ഞാനും ഇത്തിയും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ നിർത്തിയില്ല. ഇടയ്ക്കൊക്കെ വന്ന് ഇക്ക ഞങ്ങളുടെ കുറുമ്പ് അങ്ങ് മാറ്റിത്തരും. ഇതൊക്കെ നടക്കുമ്പോൾ നീ 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. ഓ, അപ്പോൾ എങ്ങനെയാ ആൻറ്റി ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയത്? അത് ഞാനിപ്പോൾ പറഞ്ഞു തരില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ലോകത്ത് നമ്മളെപ്പോലുള്ളവർ ഒറ്റയടിക്ക് ക്യാഷുകാരനാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോട്ടറി അടിക്കണം, ഇല്ലെങ്കിൽ വല്ല തട്ടിപ്പൊക്കെ നടത്തിയാവും. എന്നാ അതെനിക്ക് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അപ്പം എന്നെ എപ്പോഴാ ഇഷ്ടപ്പെടാൻ കാരണം? അതും ഇത്ത കാരണം തന്നെയാ. ഏ, ഇത്തയോ? എങ്ങനെ? ഇത്ത നിന്നെ ഒരു ദിവസം നീ സ്കൂളിൽ പോകുന്നത് കണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത്താക്ക് എന്നെ അറിയോ? ഇല്ലടാ, ആ സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെ നീ ഇവിടെ വരുന്നത് കണ്ടപ്പോഴാണ് നീ ഇവിടത്തെ കൊച്ചാണെന്ന് അറിഞ്ഞത്. ശരി, ഭാഗ്യം പറ. പിന്നെ എനിക്ക് ആ ക്യാഷിൻ്റെ കാര്യം കഥയായി പറഞ്ഞു തരണം കേട്ടോ. ആടാ, പറഞ്ഞു തരാടാ. അല്ല ആൻറ്റി, ആൻറ്റി ഇവിടെയല്ലേ, അപ്പം എങ്ങനെയാ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? എടാ, അതിനവിടെ ആൾക്കാരുണ്ടയുടെ ജോലിക്ക്, അവരെ നോക്കിക്കോളും. ഇപ്പോൾ ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തിരക്കാണെന്നാ പറഞ്ഞേ. എന്തായാലും ഒരു ദിവസം പോകണം. ആണോ? എന്നാ ഞാനും വരാം ആൻറ്റി. ആ, വന്നോ. പിന്നെ നീ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല, ഞാൻ ആ കാര്യം മറന്നുപോയി ആൻറ്റിയായി മിണ്ടിയിരുന്നപ്പോൾ. എന്നാൽ പോയി വിളിക്ക്. ഞാൻ എൻ്റെ ഭർത്താവിനെയും ഒന്ന് വിളിക്കട്ടെ. ആ, ശരി ആൻറ്റി. ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീട്ടിലേക്കൊക്കെ വിളിച്ച് അവിടെ ഒരു വിശേഷവുമില്ലെന്നറിഞ്ഞു. അച്ഛൻ്റെ മരുന്നൊക്കെ തീർന്നിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് അമ്മ ചോദിച്ചു. കുറച്ചു നേരം സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്ത് ഞാൻ പോയി സോഫയിലിരുന്ന് TV ഓണാക്കി ഒരു പടമങ്ങ് വെച്ച് കണ്ടുകൊണ്ടിരുന്നു. ഇത്രയും നേരമായിട്ടും ചാച്ചനോട് ആൻറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ ചിന്തിച്ച് തിരിയുന്നതിന് മുമ്പ് തന്നെ ആൻറ്റി അങ്ങോട്ടേക്ക് വന്നു. എടാ, ഞാൻ കുളിക്കാൻ പോവാം. ആ, ശരി ആൻറ്റി. അല്ല, ഇത്രയും നേരം എന്താ സംസാരിച്ചത് ചാച്ചനുമായി? ഏയ്, അതൊന്നുമല്ലടാ. ചാച്ചനോട് കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ ഇത്തയൊന്ന് വിളിച്ചു. അങ്ങനെ സമയം പോയി തരണില്ല. ഞാൻ വേഗം പോയിട്ട് വരാടാ. അല്ല, നീ കുളിക്കുന്നില്ലേ? ഞാൻ രാവിലെ കുളിച്ചതാ ആൻറ്റി, ഇനി നാളെ മതി. ശരിയടാ,
മോട്ടർ അടിച്ചിട്ടുണ്ട്, നിറഞ്ഞു പോകുമ്പോൾ ഒന്ന് നിർത്തിയേക്കണേ. ആ ശരി ആൻറ്റി. അതും പറഞ്ഞ് ആൻറ്റി പോയി. ഞാൻ അവിടെ നിന്നും ടി വി കണ്ടു. എപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല ഇതൊക്കെ എങ്ങനെ നടന്നെന്ന്. എന്തായാലും ഈ അവധിക്കാലം എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ആൻറ്റി. ഇതോർത്ത് ടി വി കണ്ടോണ്ട് സമയം പോയി. ആൻറ്റി ഫ്രഷായി നേരെ കിച്ചണിലേക്ക് ചെന്ന് ഫുഡൊക്കെ എടുത്തു വെച്ച് എന്നെ വിളിച്ചു. സമയം 7:30 ആയുള്ളൂ ആൻറ്റി, ഇത്രയും പെട്ടെന്ന് എന്തിനാ ഫുഡ് കഴിക്കുന്നേ? ഞാൻ ചോദിച്ചു. വാടാ, വന്ന് കഴിക്ക്, എന്നിട്ട് നമുക്ക് കിടക്കാം. ഓ, ഇപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേടാ നിന്നെ ഞാനെല്ലാം പഠിപ്പിച്ചെടുക്കുമെന്ന്. അതും പറഞ്ഞ് ആൻറ്റി ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ, ഡാ മുകളിലേക്ക് പോക്കോ, എൻ്റെ റൂമിലേക്ക്, ഞാനങ്ങ് എത്തിക്കോളാം. നല്ല വീഡിയോസ് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ റൂമിലെ ടി വിയിൽ പ്ലേ ചെയ്യടാ. ഞാൻ ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ദാ വരുന്നു, ആൻറ്റി എന്നോട് പറഞ്ഞു. എനിക്ക് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നതോടെ മറ്റേയാൾ എഴുന്നേക്കാൻ തുടങ്ങി. ഞാൻ ആൻറ്റിയുടെ റൂമിലേക്ക് ചെന്ന് എ സി ഒക്കെ ഓൺ ചെയ്ത് മൊബൈലിൽ കൂട്ടുകാരൻ രാജു അയച്ചു തന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ടി വിയിലേക്ക് ഷെയർ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണുന്നതെല്ലാം ടി വിയിൽ കാണുന്ന പോലെ ആക്കി. ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചു. മുറിയിലൊക്കെ ആകെ സൗണ്ടായി. ഞാൻ വോളിയം കുറച്ച് വെച്ച് കിടന്നു. ടി വിയിലേക്ക് നോക്കി കിടന്നതും ആൻറ്റി പെട്ടെന്ന് കയറി വന്നു. എന്താടാ ഇതിന് വോളിയം ഇല്ലേ? ആൻറ്റി ചോദിച്ചു. അതാൻറ്റി പുറത്തുള്ളവർ കേൾക്കില്ലേ? ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ മുറിയിലെ കഥകങ്ങ് ചാരിയ ഒരു സൗണ്ട് പോലും വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയില്ല. പിന്നെ ഇവിടെ ചേർന്നൊന്നും വേറെ വീടൊന്നും ഇല്ലല്ലോ. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? നീ വോളിയം അങ്ങ് കൂട്ടിക്കേ. ശരി. അതും പറഞ്ഞ് ഞാൻ വോളിയം കൂട്ടി. നല്ല ഒന്നാം തരം അടിപൊളി വീഡിയോ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. അതിനുള്ള പോലെ ഞങ്ങളന്ന് ആഘോഷിച്ചു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ മുറ്റമടിക്കുന്ന ആൻറ്റിയെ ഞാൻ കണ്ടു. ഞാൻ കണ്ണൊന്ന് തിരുമ്മി അങ്ങോട്ടേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ആൻറ്റി ചോദിച്ചു, ആ സാർ എഴുന്നേറ്റോ? എന്തിനാടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോയി പല്ല് തേച്ച് ഫ്രഷായി വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഞാൻ ചിരിച്ചുകൊണ്ട് ശരി മാഡം എന്നും പറഞ്ഞ് പല്ല് തേച്ച് ഫ്രഷായി വന്ന് ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും ആൻറ്റി കയറി വന്നു. ഡാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാടാ. അപ്പോഴാണ് മനസ്സിലായത് എന്താണ് പ്രാക്ടീസ് എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പ്രാക്ടീസ് ആരംഭിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയി വരാമെന്നും പറഞ്ഞു. ആൻറ്റി സമ്മതിക്കുകയും ചെയ്തു. കാരണം സംശയമൊന്നും ഉണ്ടാവരുതല്ലോ. പിന്നെ ഞാൻ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പശുവിനെ തൊഴുത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അച്ഛനാണെങ്കിൽ വീട്ടിലെ ചാരു കസേരയിലിരുന്ന് ചായ കുടിക്കായിരുന്നു. പിന്നെ എന്താക്കാൻ, ഞാൻ വീട്ടിൽ കയറി എൻ്റെ മുറിയിൽ പോയി കമ്പ്യൂട്ടർ ഓണാക്കി. മുറിയിലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടപ്പോഴേക്കും അമ്മ ചായ കൊണ്ട് തന്നു. എങ്ങനെയുണ്ടടാ അവിടെ? അമ്മ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലമ്മേ, ആൻറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, അധികം ബോറടിയുമില്ല. പിന്നെ ചാച്ചനൊക്കെ അവിടെ സുഖമാണ്. ആടാ എന്നും പറഞ്ഞ് അമ്മ ചായ തന്നിട്ട് പോയി. ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ചങ്കിൻ്റെ മെസ്സേജൊക്കെ കിടക്കുന്നു. അവന് ബോറടിയാണെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു. ഉടനെ കോളേജ് തുറക്കില്ലേ, നമുക്ക് ബോറടി മാറ്റാമെന്ന്. പിന്നെ കുറച്ചു നേരം ക്ലാസ്സിലെ പെൺപിള്ളേരുമായി ചാറ്റിങ്, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി. കാരണം ലവളുമാർ നമ്മുടെ കയ്യിൽ പൈസ തിരക്കാനല്ലാതെ വേറെ ഒന്നിനുമില്ല. പിന്നെ കോളേജിൽ എന്തെങ്കിലുമൊക്കെ ടൈം പാസ് വേണ്ടേ. അങ്ങനെ സമയം 6 ഞാൻ വീട്ടിൽ നിന്നും അമ്മയോട് പറഞ്ഞിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. പിന്നെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഞാനും ആൻറ്റിയും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ മാറാൻ തുടങ്ങി. ജിമ്മിലൊക്കെ പോവാതെ തന്നെ ബോഡിയൊക്കെ നല്ല ഫിറ്റാകാൻ തുടങ്ങി. അപ്പോഴാണ് ആൻറ്റി എന്നോട് പറയുന്നത്, ഇന്ന് രാത്രി ഇക്ക വരുന്നുണ്ടെന്ന്. നിന്നെ ഇക്ക കണ്ടിട്ടില്ലല്ലോ. പിന്നെ നാളെ റെഡി ആയിക്കോ, ഇത്തേങ്ങ എത്തും. പിന്നെ മോൻ നോക്കിക്കോ, മോൻ്റെ നടു ഒടിയുമെന്നൊക്കെ ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാനും ആൻറ്റിയും ടി വിയിൽ ഇംഗ്ലീഷ് മൂവി കണ്ടുകൊണ്ടിരുന്ന് ടൈം അങ്ങ് പോയി.
രാത്രി ഒരു 9 മണിയായപ്പോൾ ജനലിലൂടെ ഒരു കാറിൻ്റെ വെളിച്ചം ഹോളിലേക്ക് കയറി വന്നു. ആൻറ്റി ഇക്കയാണെന്ന് പറഞ്ഞു. ഗേറ്റ് തുറന്ന് കിടക്കായിരുന്നു. പുള്ളി വണ്ടി പോർച്ചിലേക്ക് കയറ്റിയിട്ടു. എന്നിട്ട് കതക് തുറന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് ഞാൻ ശരിക്കും ഒന്ന് അമ്പരന്ന് പോയി.